കേന്ദ്ര ലേബർ കോഡ് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് കേന്ദ്ര സർക്കാരിനെ സമീപിക്കാൻ തൊഴിൽ മന്ത്രി വി ശിവൻകുട്ടി വിളിച്ച തൊഴിലാളി സംഘടനാ പ്രതിനിധികളുടെ യോഗത്തിൽ തീരുമാനം. ലേബർ കോഡിനെതിരെ യോഗത്തിൽ പ്രമേയം പാസാക്കി. ലേബർ കോഡ് കരട് വിജ്ഞാപനം പുറത്തിറക്കിയത് രഹസ്യമായിട്ടല്ലെന്നും തൊഴിലാളി സംഘടനകളെ അറിയിച്ചിരുന്നുവെന്നും മന്ത്രി യോഗത്തിൽ പറഞ്ഞു. കരട് പുറത്തിറക്കിയ നടപടിയെ INTUC വിമർശിച്ചു. ട്രേഡ് യൂണിയനുകളെ അറിയിക്കാതെ ലേബർ കോഡ് കരട് വിജ്ഞാപനം ഇറങ്ങിയെന്ന ആരോപണം ഉയർന്ന സാഹചര്യത്തിലാണ് തൊഴിലാളി സംഘടനകളുടെ അടിയന്തര യോഗം തൊഴിൽ മന്ത്രി വിളിച്ചു ചേർത്തത്. ലേബർ കോഡ് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് യോഗത്തിൽ പ്രമേയം പാസാക്കി. തൊഴിലാളി സംഘടനാ നേതാക്കൾക്കൊപ്പം മന്ത്രി വി ശിവൻകുട്ടിയും കേന്ദ്രമന്ത്രിയെ കണ്ട് ലേബർ കോഡ് പിൻവലിക്കണമെന്ന അഭിപ്രായം അറിയിക്കും. മതിയായ കൂടിയാലോചനകളില്ലാതെ രാജ്യത്തെ തൊഴിലാളി വർഗത്തിൻ്റെ പ്രശ്നങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാതെ ഏകപക്ഷീയമായി നടപ്പിലാക്കുന്ന ലേബർ കോഡ് അത് പിൻവലിക്കണമെന്ന് കേന്ദ്ര ഗവൺമെന്റിനോട് ആവശ്യപ്പെടുവാൻ ഇന്നത്തെ ഈ യോഗം ആവശ്യപ്പെട്ടു. വിജ്ഞാപനം പുറത്തിറക്കിയത് കേന്ദ്ര തൊഴിൽ സെക്രട്ടറിയുടെ സമ്മർദ്ദത്തെ തുടർന്നാണെന്നും നടപ്പാക്കാൻ വേണ്ടിയായിരുന്നില്ലെന്നും മന്ത്രി യോഗത്തിൽ പറഞ്ഞു. 2021 ഡിസംബറിൽ കരട് ഇറക്കിയ ശേഷം 2022 ജൂലൈയിൽ നടന്ന ശില്പശാലയിൽ എല്ലാ ട്രേഡ് യൂണിയൻ പ്രതിനിധികൾക്കും പകർപ്പ് വിതരണം ചെയ്തെന്നും മന്ത്രി പറഞ്ഞു. കരട് പ്രസിദ്ധീകരിച്ചത് അറിഞ്ഞില്ലെന്ന AITUCയുടെ വിമർശനം തള്ളി ശില്പശാലയുടെ ഫോട്ടോ ഉൾപ്പെടെയായിരുന്നു മന്ത്രിയുടെ വിശദീകരണം. തൊഴിലാളി വിരുദ്ധ ലേബർ കോഡിനെ CPM കുടപിടിക്കുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ കുറ്റപ്പെടുത്തി. ശിവൻകുട്ടി 2022 പറഞ്ഞു, നമ്മൾ എല്ലാവരുമായിട്ട് ആലോചിച്ചിട്ട് ഈ കരട് വിജ്ഞാപനം തയ്യാറാക്കുള്ളൂ, എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളോട് ട്രേഡ് യൂണിയനോട് സംസാരിക്കുന്നു. പക്ഷേ 2021 തന്നെ കരട് വിജ്ഞാപനം റെഡിയാക്കി വെച്ചേക്കുമായിരുന്നു. വീണ്ടും പറ്റിക്കുകയാണ്. പ്രതിപക്ഷം അറിഞ്ഞില്ല, അവരുടെ പാർട്ടി അറിഞ്ഞില്ല, ഘടകകക്ഷികൾ അറിഞ്ഞില്ല, മന്ത്രിസഭ അറിഞ്ഞില്ല. അപ്പോൾ ഈ തൊഴിലാളി വിരുദ്ധ ലേബർ കോഡിന് കൊട പിടിച്ചു കൊടുക്കുകയാണ് ഈ ഗവൺമെൻറ് ചെയ്തത്. ഉദ്യോഗസ്ഥർക്ക് സമ്മർദ്ദമുണ്ടെന്ന് പറഞ്ഞ് കരട് വിജ്ഞാപനം ഇറക്കിയ നടപടി അംഗീകരിക്കാനാകില്ലെന്ന് INTUC സംസ്ഥാന പ്രസിഡന്റ് R ചന്ദ്രശേഖരനും യോഗത്തിൽ പറഞ്ഞു. പ്രമേയത്തെ BMS പ്രതിനിധി എതിർത്തു. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.